നമസ്കാരം. പൊന്നാനിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് CPM ചുമക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച KS ഹംസയാണ്. ഈ KS ഹംസയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതും ഇത്തരത്തിലാണ്. പിണറായി വിജയനെ കുത്തിനു പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിന് നാണക്കേടാണെന്നും പറഞ്ഞ KS ഹംസ, ആ KS ഹംസയാണ് പൊന്നാനിയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതാണെങ്കിൽ പൊതുവേദിയിൽ അപമാനിതനായ വിജയനും. ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഹംസയും, ഒപ്പം തന്നെ പിണറായിയെ അപമാനിച്ച ഹംസയെ ചുമക്കാൻ തയ്യാറാണോ എന്ന് CPMഉം വ്യക്തമാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വ്യക്തമാക്കണം. സഭയിൽ അപമാനിക്കപ്പെട്ട പിണറായി വിജയൻ എങ്ങനെയാണ് ഹംസയെ ചുമക്കുന്നത് എന്ന് പറയണം. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയ KS ഹംസയെ പൊന്നാനിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനാണ് ഇപ്പോൾ CPM നീക്കം നടത്തിയിരിക്കുന്നത്. നേരത്തെ KT ജലീൽ MLA അടക്കമുള്ളവരുടെ പേരുകൾ പൊന്നാനിയുമായി ബന്ധപ്പെട്ടിട്ട് പൊന്നാനിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായാണ് ഈ മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KS ഹംസയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കുവാനുള്ള തന്ത്രം അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് ഈ CPM എത്തിയത് എന്നുള്ളതാണ്. ലാവ്ലിൻ കേസ് അന്തിമ തീർപ്പിനായിട്ട് മെയ് 1 സുപ്രീം കോടതിയും കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഈ മാസം 27-നും 28-നും EDയും പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ലാവ്ലിൻ കേസിലെ സാക്ഷിയും ഒപ്പം തന്നെ കിഫ്ബിയുടെ CEOയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടല്ലോ, നമ്മുടെ KM എബ്രഹാം, ആ KM എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് പദവി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിന് ക്യാബിനറ്റ് പദവി നൽകുന്നത് എന്നത് നിർണായകമായ കാര്യമാണ്. കാരണം നിർണായകമായിട്ടുള്ള 2 കേസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യകവചം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ശ്രമം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭാരിച്ച പണം ചിലവഴിച്ചാണ് മുഖ്യമന്ത്രി സ്വന്തം തടി സംരക്ഷിക്കുവാൻ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. KM എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷം കിഫ്ബി CEO ആയിട്ട് നിയമിതനാകുന്നു. ആ നിയമിക്കപ്പെട്ടപ്പോൾ പെൻഷൻ അടക്കമുള്ളവ, പെൻഷൻ തുക കുറച്ച ശേഷമാണ് ഈ പുതിയ തസ്തികയിലേക്ക് ശമ്പളം നൽകേണ്ടിയിരുന്നത്. എന്നാൽ ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ലഭിച്ചിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും, അത് ഏകദേശം 2.25 ലക്ഷം രൂപയേക്കാൾ 1/2 ലക്ഷം കൂട്ടി 2.25 ലക്ഷത്തോളം 2.75 ലക്ഷം രൂപയാണ് ശമ്പളമായിട്ട് നൽകി. ഞാൻ ഇത് പറഞ്ഞു വരാൻ കാരണം, ഈ KS ഹംസ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിനെ പൊന്നാനിയിലേക്ക് മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ കേസിൽ അകപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആ കേസിൽ അകപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന് ആലോചിക്കുന്ന കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിക്കപ്പെട്ട ഏകദേശം 2150 കോടി രൂപ, ആ സമാഹരിക്കപ്പെട്ട കൊള്ളപ്പലിശ അടക്കമുള്ള കള്ളപ്പണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടതല്ലേ? കള്ളനെന്ന് ഒരിക്കൽ മുദ്ര കുത്തപ്പെട്ടാൽ പിന്നെ പിണറായി വിജയനെ ഇവിടുത്തെ അണികൾ പോലും കൂക്കി വിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ KM എബ്രഹാമിനെ ക്യാബിനറ്റ് പദവി കൊടുത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ വാ അടപ്പിക്കുകയും ചെയ്താൽ അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയന് ലഭിക്കാൻ പോകുന്നത് ലാവിനടക്കമുള്ള കേസുകളിൽ നിന്ന് തലയൂരി വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ CPMൻ്റെ സ്വാധീനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഏകദേശം 8 അംഗങ്ങളെയെങ്കിലും വിജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും പിണറായി വിജയനുള്ളതാണ്. ആ സമയത്തിന് ഇങ്ങനെ കേസും കൂട്ടവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് പൊന്നാനി പോയിട്ട് ഇവിടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അവരുടെ കോട്ടകൊത്തളങ്ങളായ കണ്ണൂരടക്കമുള്ള മണ്ഡലങ്ങളിലോ ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നുള്ളതായിരിക്കും വസ്തുത. അതുകൊണ്ട് പൊന്നാനിയിൽ ലോക്സഭാ സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന KS ഹംസ എന്ന് പറയപ്പെടുന്നത് പൊതുവേദിയിൽ ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന CPMൻ്റെ കരുത്തനായ നേതാവിനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും പൊതുവേദിയിൽ അപമാനിച്ച വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനെ ഇവിടെ പൊന്നാനിയിൽ നിർത്തി മത്സരിക്കുന്നത് പോലും പിണറായി വിജയന് കുഴപ്പമില്ല എന്നുള്ള തരത്തിലേക്ക് എത്തണമെങ്കിൽ താൻ എത്ര അപമാനിതനായാലും ശരി, തൻ്റെ കള്ളത്തരങ്ങൾ, തൻ്റെ അഴിമതികൾ പൊതുസമൂഹം തിരിച്ചറിയരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ മനസ്സിൽ കരുതുന്നത്.
ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ KS ഹംസ ഒരു പൊന്തൂവലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ പൊന്നാനിയിൽ CPM.